അര പേജിൽ എഴുതി തീർത്ത ആടുജീവിതം കഥ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. കോഴിക്കോട് വടകര മന്ദരത്തൂർ MLP സ്കൂളിലെ 4ാം ക്ലാസ്സുകാരി നന്മ തേജസ്വിനിയാണ് കഥയ്ക്ക് പിന്നിൽ. എഴുത്തുകാരൻ ബെന്യാമിൻ ഉൾപ്പെടെ അഭിനന്ദനവുമായി എത്തിയതോടെ ആളിപ്പോൾ വലിയ ഹാപ്പി, വെരി ഫേമസ്. ആടുജീവിതം എന്ന പ്രശസ്തമായ നോവൽ വെറും 10 വരിയിൽ ചുരുക്കി എഴുതാൻ കഴിയുമോ സക്കീർ ഭായിക്ക്? കഴിയും എന്നുത്തരം നൽകുകയാണ് കോഴിക്കോട് ചെരണ്ടത്തൂരുള്ള ഒരു കൊച്ചുമിടുക്കി. ിലേറെ പേജുകളുള്ള ആടുജീവിതം നോവൽ നന്മ വായിച്ചിട്ടില്ല. 2.5 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള സിനിമയും കണ്ടിട്ടില്ല. പക്ഷേ കേട്ടറിഞ്ഞ കഥ നന്മ വെറും അര പേജിലേക്ക് പകർത്തി. പിന്നാലെ സംഗതി വൈറൽ. രാവിലെ സുബേദ ടീച്ചർ പറഞ്ഞ കഥ എഴുതാൻ. അങ്ങനെ ഞാൻ കയറി എല്ലാവരും ഇങ്ങനെ അമ്മേൻ്റെയും മുയലിൻ്റെയും ഒക്കെ എഴുതിയിട്ട് ഞാൻ വിചാരിച്ച് കുറച്ച് വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചിട്ട് മാഷിനെ കാണിച്ചു, ശ്രീജിത്ത് മാഷിനെ. ഒരു ഫോട്ടോ എടുത്തിട്ട് FBയിലിട്ടു. അപ്പോൾ 3-4 മണിക്കൂർ എടുക്കും ഈ ഒരു പുസ്തകം വായിച്ചു തീരാൻ വേണ്ടിയിട്ട്. സംഗതികളൊക്കെ ഈ ഒരു 10-12 വരിയിൽ ഒതുക്കി തീർക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊരു കൗതുകം തോന്നി ഫേസ്ബുക്കിൽ ഇടുകയാണ് ചെയ്തത്. അതിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ കുറേശ്ശെ ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആ പാട്ടൊക്കെ. അപ്പം അത് സിനിമയിലൊക്കെ ഉള്ള പോലെ കഥ ആയിട്ട് പറഞ്ഞു കൊടുത്തതാണ്. ഇത്രയേ ഉള്ളൂ എന്നായിരുന്നു ബെന്യാമിൻ്റെ കമന്റ്. ബെന്യാമിൻ നമ്മൾ നല്ലോണം പഠിക്കണം, നല്ല കഥാകാരിയൊക്കെ ആവണം എന്നാണ്. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം അങ്ങാകലേ അങ്ങാകലേ. 10 വരി കഥ വൈറലായതിൻ്റെ സന്തോഷത്തിലാണ് നന്മമോൾ. ഇനി നോവൽ മുഴുവനായി വായിക്കണമെന്നാണ് ആഗ്രഹം. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. എന്തായാലും ബെന്യാമിൻ വീട്ടിൽ നിന്ന് ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഞെട്ടിക്കാണും. കാരണം ബാക്കി ഞാൻ എഴുതിയതെല്ലാം ആവശ്യമില്ലാത്തതാണെന്ന് ഈ കുട്ടിക്ക് തോന്നിയോ? അങ്ങനെ വിചാരിക്കേണ്ട. ഈ കുട്ടിയുടെ ഒരു മിടുക്കും പ്രതിഭയുമായിട്ട് ബെന്യാമിൻ കണ്ടാൽ മതി. താങ്ക് യു ബെന്യാമിൻ. താങ്കളുടെ ആടുജീവിതം വലിയ സംഭവമായി മാറിക്കൊണ്ടേയിരിക്കുന്നു.